ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് വട്ടയപ്പം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വട്ടയപ്പം നമുക്ക് കറികൾ കൂട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണിത്. പച്ചരിക്ക് പകരം ഇഡലി അരിയും എടുക്കാം. അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരി എടുക്കണം. അരി 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചതാണിത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചിട്ട് ഈ അരി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരി ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 തവി മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ തവി മാവ് ഒഴിച്ചാൽ മതി. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്യാസിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. കാപ്പി കാച്ചിയെടുക്കാനായിട്ടാണിത്. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയത്തിലും വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുക്കിയെടുക്കണം. അതിനുശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. ആദ്യം അരച്ച മാവ് ബാക്കിയുള്ളത് പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ 1 തേങ്ങ തിരുവി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുവുമ്പോൾ ചിരട്ടയുടെ ഭാഗം ഒട്ടും തന്നെ വരരുത്. ചിരട്ടയുടെ പൊടി ഒട്ടും വരാതെ വേണം തേങ്ങ തിരുകി എടുക്കാനായിട്ട്. ചിരട്ടയുടെ പൊടി വരുവാണെങ്കിൽ വട്ടയപ്പത്തിന് കളർ ഉണ്ടാവില്ല, നല്ല വെള്ള കളർ കിട്ടില്ല. ഒട്ടും തന്നെ ചിരട്ടയുടെ പൊടി വരാതെ തേങ്ങ തിരുവി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ കപ്പി കാച്ചിയത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഒരു 2 ഏലക്കയുടെ അരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുവാണ്. അല്ലാത്ത തരി പോലുള്ള ഈസ്റ്റ് ആണെങ്കിൽ വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിലൊഴിച്ച് ഒന്ന് പുളിപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചരയ്ക്കണം, പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ മാവ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതും കൂടെ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയത് കാരണം ഞാൻ ജനലിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചതാണിത്. മാവ് ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇളക്കിയ ശേഷം 4-5 മണിക്കൂർ പുളിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് പുളിച്ച് വരുന്നതാണ് കണക്ക്. 4-5 മണിക്കൂർ എന്ന് പറയുന്നത്. ചിലപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 7 മണിക്കൂർ വരെയൊക്കെ എടുക്കാം. അടയ്ക്കുമ്പോൾ നല്ല ഫിറ്റായിട്ട് അടയ്ക്കരുത്. കുറച്ചൊന്ന് തുറന്ന് വെച്ച് അടയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പുളിച്ച് വരും. ഇതിപ്പോൾ 4-5 മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പതയൊന്നും വറ്റിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പാത്രം തന്നെ വേണമെന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല. ഇതുപോലത്തെ സ്റ്റീൽ പാത്രത്തിലും ഉണ്ടാക്കാം. പാത്രത്തിൽ എണ്ണ തടവി കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. വട്ടയപ്പം പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഇളകി വരാനായിട്ട് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവൊഴിക്കാം. ഒരു തവി വെച്ചിട്ട് കോരി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1 പ്രാവശ്യമായിട്ട് പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം വരെ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സ്റ്റീമറിൻ്റെ താഴത്തെ തട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ തട്ടിൽ മാവ് വെച്ച ശേഷം അടച്ച് 30-35 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ 30-35 മിനിറ്റ് ആയപ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് വന്നത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ ഒട്ടി വരുന്നില്ല, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് 1 കിസ്മിസും 1 ചെറിയും വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്നും ഇളകി വരും. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്നും മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പമാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.